ഇറാൻ ഭരണകൂടം അവിടെ നിന്ന് മറുപടി നൽകുന്നു. അതായത് അയത്തുള്ള അലി ഖമനേയി പറയുന്നു, ലോകത്തെ ഏറ്റവും അധികം ശക്തമായ സൈന്യമുള്ള രാജ്യം അമേരിക്കയാണ്. ആ അമേരിക്കയ്ക്ക് ചിലപ്പോൾ വമ്പൻ തിരിച്ചടിയായിരിക്കും കിട്ടാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പേടിക്കുന്നില്ല, നിങ്ങൾ ഏത് നാണയത്തിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നോ അതേ നാണയത്തിൽ തിരിച്ച് മറുപടി തരാൻ ഞങ്ങൾക്ക് കഴിയും. ഇതിൻ്റെ കാര്യം എന്താ, ഏതാണ്ട് ലോകത്തെ എണ്ണയുടെ 20% കടന്നു പോകുന്നത് ഏതാണ്ട് ഹോർമൂസ് കടലിടുക്കിന് സമീപത്തൂടെയാണ്. ഈ ഹോർമൂസ് കടലിടുക്കിൽ വലിയൊരു സ്വാധീനം ഇറാനുണ്ട്. അവിടെ അമേരിക്ക യുദ്ധക്കപ്പലുകളൊക്കെ വിന്യസിച്ചുകൊണ്ട് തന്നെ ആ പരിസരങ്ങളിലൊക്കെ വിന്യസിച്ചുകൊണ്ട് ഇറാൻ പറഞ്ഞു, ഞങ്ങൾ ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്കിൽ ഒരു സൈനിക അഭ്യാസ പ്രകടനം നടത്തും. കൃത്യമായി പറഞ്ഞാൽ വ്യോമാഭ്യാസ പ്രകടനം നടത്തും. ഈ വ്യോമാഭ്യാസ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മിസൈൽ മഴ തന്നെ പെയ്ച്ചു. അതായത് ആകാശത്തൂടെ യുദ്ധവിമാനങ്ങൾ പറത്തുക മാത്രമല്ല, മിസൈലുകൾ വിക്ഷേപിക്കുന്നു സമുദ്രത്തിൻ്റെ വിവിധ മേഖലകളിൽ. എന്തിനാണ് സമുദ്രത്തിൻ്റെ വിവിധ മേഖലകളിൽ മിസൈൽ നിക്ഷേപിക്കുന്നത്? അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള കപ്പൽ വ്യൂഹം പരമാവധി സമുദ്ര മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏത് നിമിഷവും ഇറാനെ ആക്രമിക്കാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ തിരിച്ചടി ഈ വഴിയാണ് വരുന്നതെന്ന് ഇറാൻ അവിടെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇറാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു കോംപ്രമൈസ് മീറ്റിങ്ങിന് നിർബന്ധിക്കുകയായിരുന്നു അമേരിക്ക ചെയ്തത്. അതിനോട് വഴങ്ങാൻ ഇവർ തയ്യാറായില്ല. നമുക്കറിയാലോ, അമേരിക്കയാണ് ഇറാനിൽ ഒരു ആഭ്യന്തര കലാപത്തിന് തുടക്കം കുറിച്ചത്. അന്ന് നമ്മൾ കേട്ടു ഈ കലാപം കത്തിപ്പടരുമെന്നും അവിടുത്തെ അയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്ന മത നേതാവിനെ ഒരു പക്ഷേ രാജ്യം വിട്ടുപോടേണ്ടി വരും. ഒന്നാമത് അദ്ദേഹത്തിന് പ്രായാധിക്യമുണ്ട്, അസുഖങ്ങളുണ്ട്, അതുകൊണ്ടൊക്കെ തന്നെ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവിടുത്തെ പ്രസിഡന്റിനെ സ്ഥാനഭ്രഷ്ടനാക്കും, അമേരിക്കയുടെ ഒരു പാവ സർക്കാരിനെ കൊണ്ടുവരും. പക്ഷേ ഇതൊക്കെ കൊണ്ടുവരണമെങ്കിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് എന്ന് പറയുന്ന അവിടുത്തെ IRGCയുടെ സഹകരണം വേണം. പക്ഷേ IRGC ഉറച്ച നിലപാടെടുത്ത് അയത്തുള്ള അലി ഖമനേയുടെ പിന്നിൽ നിന്നു. ഇത് അമേരിക്കയുടെ പ്രതീക്ഷകളെ, ധാരണകളെ മുഴുവൻ അട്ടിമറിക്കപ്പെട്ടു. ഇതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇനി അടുത്തത്, ഈ ഫൊർദോ അതുപോലെ തന്നെ നതാൻസ് തുടങ്ങിയ മേഖലകളിൽ ഇസ്രയേലും അമേരിക്കയും കൂടെ ഒരു ആക്രമണം നടത്തി. സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആക്രമണം നടത്തിയത്. പക്ഷേ വിജയിച്ചില്ല.